താൻ ഇവിടെ എന്താ ചെയ്യുന്നത്? കുട്ടികളൊക്കെ ഉറങ്ങിയോ? ഉറങ്ങിയേട്ടാ. എന്താ താൻ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ഏട്ടാ. ഡൈനിങ് ടേബിളിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചാണോ താനിപ്പോ ചിന്തിക്കുന്നത്? പറയൂ, ആ കാര്യത്തെ പറ്റിയല്ലേ ചിന്തിച്ചോണ്ടിരിക്കുന്നത്? ആലോചിക്കുകയാണെങ്കിൽ ഇന്ന് ഡൈനിങ് ടേബിളിൽ വെച്ച് നടന്ന പ്രശ്നങ്ങൾ തൊട്ടല്ല ആലോചിക്കേണ്ടത്. ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ തൊട്ടുള്ളത് ആലോചിക്കേണ്ടി വരും. ഏട്ടൻ ഈ വീട്ടിലെ സ്വന്തം മകനല്ലാന്നും പുറത്തു നിന്നുള്ള ആളാണെന്ന് ഭാസ്കരേട്ടനും അഖിലും പറഞ്ഞപ്പോ മുതലുള്ളത് നമ്മൾ ആലോചിക്കണം. അവിടുന്ന് തുടങ്ങേണ്ടത്. അന്ന് നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയില്ലേ, അതും നമ്മൾ ആലോചിക്കണം. നല്ലവരെ പോലെ അഭിനയിച്ച് വീണ്ടും നമ്മളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് മുതൽ അതും നമ്മൾ ആലോചിക്കണം. എന്റെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് എന്നെ വിട്ട് അകന്നു പോയ നാൾ മുതൽ ഏട്ടൻ സ്വത്ത് മുഴുവനും സഹോദരങ്ങൾക്ക് എഴുതി കൊടുത്ത ദിവസം വരെ നമ്മൾ ആലോചിക്കേണ്ടി വരും. ഇവരെയൊക്കെ വിട്ട് അകന്ന് ദൂരെ പോയി ജീവിക്കാന്ന് വിചാരിക്കുമ്പോ വീണ്ടും വീണ്ടും നമ്മൾ എന്തിനാ ഇവരോട് അടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. ഇന്ന് ഡൈനിങ് ടേബിളിൽ സംഭവിച്ചത് ആദ്യത്തെ തവണയൊന്നും അല്ലെന്നും ഓരോ തവണയും ഇത് തന്നെയാ സംഭവിക്കുന്നതെന്നും ഏട്ടൻ ആലോചിക്കണം. ഇനിയും നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അപമാനപ്പെടുന്നതിന്റെ ആവശ്യമുണ്ടോന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ വിട്ടെറിഞ്ഞ് നമുക്ക് എന്തുകൊണ്ട് ദൂരെ പോയി ജീവിച്ചുകൂടാ എന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്. ഈ വീട് വിട്ട് അകന്നു പോകണമെന്നാണോ, അതോ ഈ മനുഷ്യരായിട്ടുള്ള ബന്ധം വേർപെടുത്തി പോകണമെന്നാണോ? അത് രണ്ടും സംഭവിക്കണം. ഈ വീടും ഈ വീട്ടിലെ മനുഷ്യരും ഇവരെയൊന്നും നമുക്ക് ആവശ്യമില്ല. എനിക്ക് ആവശ്യമുണ്ട് വസുന്ധര. എന്ത് വേണമെന്ന് ഏട്ടൻ പറയുന്നേ? ഈ വീടോ അതോ ഈ അവർ ആഗ്രഹിക്കുന്നത്? അവർക്ക് ഏട്ടൻ വേണ്ടെന്ന് ആഗ്രഹിക്കുമ്പോ ഏട്ടൻ എന്തിനാ അവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നേ? അങ്ങനെ അല്ലെങ്കിൽ ഞാൻ അവരെ വിട്ട് എന്നേക്കുമായിട്ട് പിരിയേണ്ടി വരും. ഏട്ടനെയും അഖിലിനെയൊക്കെ വിട്ട് എനിക്ക് ജീവിക്കാൻ പോലും കഴിയില്ല. തനിക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല വസുന്ധര. ഞങ്ങളുടെ ബന്ധം രക്തബന്ധത്തെക്കാൾ മുകളിലാണ്. ഇപ്പോൾ ഒരുപക്ഷെ അവർ മാറിപ്പോയിട്ടുണ്ടാവും. എന്നാൽ അവരെന്തെങ്കിലും പഴയതുപോലെ ആകുന്നുള്ള ആഗ്രഹവും വിശ്വാസവും എനിക്കുണ്ട്. ഞങ്ങൾ മുൻപത്തെ പോലെ കഴിയണമെന്നുള്ള ഒരു ചെറിയ ആഗ്രഹം, അതെൻ്റെ അച്ഛനും അമ്മയും കാണണമെന്നുള്ള ഒരാഗ്രഹം. ഞങ്ങൾ 3 പേരും ഒന്നാണെന്നുള്ളത്
എന്റെ അച്ഛനും അമ്മയും പൂർണ്ണമായും വിശ്വസിക്കണം. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കും വസുന്ധര. എനിക്കറിയാം വസുന്ധര, ഇതൊക്കെ തനിക്ക് വളരെ ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാക്കുമെന്ന്. ഞാൻ അപമാനിക്കപ്പെടുന്നത് തനിക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. താൻ പറഞ്ഞതുപോലെ എനിക്ക് ഇവരെ വിട്ട് പോകാൻ കഴിയില്ല. ഏട്ടൻ അപമാനിക്കപ്പെടുന്നതോ ഞാൻ ബുദ്ധിമുട്ടുന്നതോ അല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ കുഞ്ഞുങ്ങള് ബുദ്ധിമുട്ടുക. ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ അവരുടെ ഭാവി ജീവിതത്തെ ഒരുപാട് ബാധിക്കും ഏട്ടാ. അവരെ പറ്റിയെങ്കിലും ഏട്ടനൊന്ന് ആലോചിക്കാൻ പാടില്ലേ? ഏട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കുട്ടികള് അവര് നമ്മുടെ കുട്ടികളാണ് വസുന്ധര. പ്രായത്തിൽ അവർ വളരെ ചെറുതായിരിക്കാം. പക്ഷേ ചുറ്റുപാടുകൾ മനസ്സിലാക്കാനുള്ള ഒരു വലിയ മനസ്സ് അവർക്കുണ്ട്. ഇപ്പൊ തന്നെ ഉണ്ണി എല്ലാം നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അനുവിന്റെ കീർത്തിയുടെ കാര്യോ? അവര് പെൺകുട്ടികളല്ലേ ഏട്ടാ? ഇപ്പോഴും അവരുടെ കുട്ടികളെ മാറിയിട്ടില്ല. അവരെപ്പോഴും ഈ വീടും ഈ വീട്ടിലെ ആൾക്കാരെയും. താൻ അനുവിന്റെ കീർത്തിയുടെ അമ്മയാണ് വസുന്ധര. തനിക്ക് ആ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ലേ വസുന്ധരെ? താൻ സഹിച്ച കഷ്ടപ്പാടുകളൊന്നും അവരിതുവരെ സഹിച്ചിട്ടില്ലല്ലോ. ഉണ്ണിയെ ഇത്രയും ബോൾഡായിട്ട് വളർത്തിയ നിനക്ക് അനുവിനെയും കീർത്തിയും അതുപോലെ തന്നെ ബോൾഡായിട്ട് വളർത്താൻ കഴിയില്ലേ? ഈ ബന്ധങ്ങൾ എനിക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല വസുന്ധര. എന്റെ ഭാര്യ ആയതുകൊണ്ട് നിനക്ക് വേറെ മാർഗമില്ല. എന്റെ നിലപാട് നിനക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ പോയി കിടന്നോളൂ. എന്റെ അമ്മേ, ആ അബിക്കും വസുവിനും നാണവും മാനവും അഭിമാനമൊന്നും ഇല്ലേ? എന്തൊക്കെ പറഞ്ഞാലും എത്ര അപമാനിച്ചാലും ഒന്നും തിരിച്ചു പറയാതെ ഈ വീട്ടിൽ കഴിയുന്നത് കണ്ടില്ലേ? ഇവറ്റകളൊക്കെ മനുഷ്യരാണോ റോബോട്ടാണോ? അവർക്ക് ദേഷ്യം വരില്ലേ? അവന് ദേഷ്യം വന്നാലേ നിനക്കും എനിക്കൊന്നും താങ്ങാൻ കഴിയില്ല. മഹാദേവന്റെ തൃക്കണ്ണ് തുറക്കുന്ന എപ്പോഴാണോ അപ്പൊ മഹാപ്രളയം എന്നല്ലേ പറയാറ്? അയാൾക്ക് ദേഷ്യം വന്നാലും അതുപോലെ തന്നെയായിരിക്കും. 1-2 പ്രാവശ്യം അയാളുടെ ദേഷ്യം ഞാൻ നേരിട്ട് കണ്ടതാ. താങ്ങാൻ കഴിയില്ല അത്. അപ്പൊ ഇങ്ങനെ ശാന്തമായി സമാധാനത്തോടെ എങ്ങനെയാ ഇരിക്കുന്നേ? നിനക്ക് ഇതുവരെ അത് മനസ്സിലായില്ലേ? കാവ്യക്ക് വേണ്ടിയാ അയാൾ ഇതെല്ലാം സഹിച്ച് മിണ്ടാതിരിക്കുന്നത്. ആ വസു പോലും മിണ്ടാതിരിക്കുന്നത് അയാളുടെ നിർബന്ധം കൊണ്ടാ. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞാ പിന്നെ ഇവിടെ ഒന്നും കാണില്ല. നീ കുറച്ച് ഓവറായിട്ട് ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. എനിക്കത്ര വലിയ സീനായിട്ടൊന്നും തോന്നുന്നില്ല. ഏയ്, ആരോ നിങ്ങളൊക്കെ? അത് മാഡം. നിർത്ത്. റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരൊക്കെ ഈ വീട്ടിലേക്ക് എന്തിനാ കയറി വരുന്നേ? ഗേറ്റ് തുറന്നു വെച്ചിരിക്കുന്നെന്ന് വെച്ച് 3 നേരവും ഭക്ഷണം കഴിക്കാനായിട്ട് ഇതെന്താ ധർമ്മസ്ഥാപനമാണെന്ന് വിചാരിച്ചോ? നാണവും മാനവും അഭിമാനവും ഇല്ലാത്ത വർഗം. ബ്ലഡി പാരസൈറ്റ്സ്. എടി എടി എടി, നാക്കിനെല്ലില്ലെന്ന് കരുതി എന്ത് വേണേലും വിളിച്ചു പോവാ? ആ വസൂനെങ്ങനെ ദേഷ്യം വന്നാലുണ്ടല്ലോ,
ആ തുണി പിഴിയും പോലെ പിഴിഞ്ഞുണക്കാനുണ്ട് നിന്നെ. നടന്നത് തന്നെ അതൊന്ന് കാണണമല്ലോ. കാർത്തിക, നീ ശരിക്കും കുറച്ച് ഓവർ ആവുന്നുണ്ട്. കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യേ. അയാള് പറഞ്ഞതുകൊണ്ടാണ് ഇവര് മിണ്ടാതിരിക്കുന്നേ. അല്ലെങ്കിൽ നിന്റെ വായില് ഒരു പല്ല് പോലും ഉണ്ടാവുമായിരുന്നില്ല. ആഹാ, അവര് കൈയോങ്ങിയാ ഞാൻ എന്റെ കൈയും കെട്ടിയിരിക്കോ? ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ മനഃപൂർവ്വം തട്ടി എഴുന്നേപ്പിച്ച് ചവിട്ട് വാങ്ങണോ കാർത്തികേ? ആദ്യം ഇവരുടെ കാര്യം എന്താ നോക്ക്. നിങ്ങളൊക്കെ ആരാ? എന്തിനാ വന്നത്? ഭാസ്കർ സാറ് വരാൻ പറഞ്ഞിട്ടാ വന്നേ. വീട്ടിലെന്തോ ജോലിയുണ്ട്, അത് ചെയ്യണമെന്ന് പറഞ്ഞു. അകത്തെന്റെ ഏട്ടനുണ്ടാവും, പോയി കണ്ടാ മതി. അവിടെ നിന്നേ, ഇവിടെ ജോലിയൊന്നുമില്ല, എല്ലാരും പോയേ. എന്താടി ഇത്? നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അതിനൊക്കെ വേറെ ആൾക്കാരുണ്ട്, ഇവരുടെ ആവശ്യമില്ല. അപ്പൊ ഞങ്ങളിവിടെ വന്നതിന്റെ കാശ്? പൊക്കോളൂ. നീ എന്താ കാർത്തികയെ കാണിക്കുന്നേ? വേറെ ആര് ജോലി ചെയ്യുമെന്നാ? അകത്തേക്ക് വാ, പറയാം. ഭാസ്കരേട്ടാ, ഭാസ്കരേട്ടാ, എന്താ കാർത്തിക? കല്യാണ നിശ്ചയത്തിന് വേണ്ടി ജോലിക്ക് ആൾക്കാരെ വിളിച്ചിരുന്നോ? പറഞ്ഞിരുന്നു. എന്താ അവര് വന്നായിരുന്നോ? അവര് വന്നിരുന്നു, വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞു പോയി. അതെങ്ങനെ പോവും? പിന്നെ ആ ജോലിയൊക്കെ ആര് ചെയ്യൂപ്പോ? ഇനിയിപ്പോ വേറെ ആരെങ്കിലും വിളിച്ചേ പറ്റുള്ളൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല ഏട്ടാ. ആ ജോലിയൊക്കെ ചെയ്യാനായിട്ട് വീട്ടിൽ തന്നെ ആൾക്കാരുണ്ടല്ലോ. ജോലി ചെയ്യാനുള്ള ആൾക്കാര് വീട്ടിലാരാ ഉള്ളത് കാർത്തികേ? അഭിയേട്ടനും വസുവേട്ടത്തി ഇവിടെ ഉണ്ടല്ലോ അമ്മേ. എന്താ പറയുന്നത് കാർത്തികേ? അഭിയും വസുവിനെയും കൊണ്ട് ജോലി ചെയ്യിക്കാനോ? അവര് നമ്മളെ വീട്ടിലുള്ളവരാ, അല്ലാതെ വേലക്കാരല്ല. ഇതെല്ലാം നമ്മുടെ വീട്ടിലെ ജോലിയല്ലേ ഭാസ്കരേട്ടാ? സ്വന്തം വീട്ടിലെ ജോലി ചെയ്യുന്നതിൽ എന്ത് തെറ്റ്? അത് മാത്രമല്ല, അഭിയേട്ട ഒരു കാലത്ത് വലിയ ഈവന്റ് ഓർഗനൈസർ ആയിരുന്നില്ലേ? ഇതുപോലെയുള്ള എൻഗേജ്മെന്റ്, വെഡിങ്സ് എന്തുമാത്രം ചെയ്തിരിക്കുന്നു. അഭിയേട്ടന് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതല്ലേ? അതിന് ഇപ്പോ അഭി ഈ വീട്ടിലേക്ക് ഈവന്റ് ഓർഗനൈസറായി അല്ല വന്നത്, കാവ്യയുടെ ചെറിയച്ഛനായിട്ടാ. ആത്മഹത്യ ചെയ്യാൻ പോയ കാവ്യയെ രക്ഷിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് കല്യാണ നിശ്ചയത്തിനുള്ള ജോലികളൊക്കെ ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്? തെറ്റാണ് കാർത്തിക. അബിയും വസുവും നമ്മുടെ വീട്ടിലെ വിരുന്നുകാരാണ്. അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനൊന്നും പറ്റില്ല. ഞാൻ ചെയ്തോളാം ഏട്ടാ. അഭി, അതെ അമ്മേ. എന്റെ മകൾ കാവ്യയുടെ വിവാഹ നിശ്ചയ ജോലികൾ ചെയ്യാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അഭി, ജോലിക്കാര് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അത് നീ ചെയ്യാൻ പോകുന്നോ? എല്ലാ ഇവന്റ്സിലും അഭിയേട്ടൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആന്റി. എന്താ അഖിൽ, നീയല്ലേ എന്നോട് പറഞ്ഞത്? അതെ, A to Z കാര്യങ്ങളെല്ലാം അഭിയേട്ടനാ ചെയ്യാറുള്ളത്. വേലക്കാർക്ക് ഒരു ജോലി പോലും ഉണ്ടാവാറില്ല.
എന്തായാലും ശരി, അബി ഈ ജോലിയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ് ഏട്ടത്തി. ഞാനാണ് ചെയ്യുന്നതെങ്കിൽ വേലക്കാരെക്കാളും കൂടുതൽ ശ്രദ്ധിക്കും. ഏട്ടൻ എത്രയൊന്നും പറഞ്ഞ് തരം താഴ്ന്ന അവര് മനഃപൂർവ്വം ഇതൊക്കെ ചെയ്യുന്ന. ഞാനും വേണമെന്ന് വെച്ച് തന്നെയാ, ഇഷ്ടത്തോടു കൂടെ തന്നെയാ ഈ ജോലികളെല്ലാം ചെയ്യാമെന്ന് പറയുന്നത്. എന്തിനായിരുന്നാലും അതിനൊക്കെ പരിധിയുണ്ട്. ഈ ഫാമിലിയോട് എനിക്കുള്ള സ്നേഹത്തിന് അതിരുകളില്ല. വസു, നിനക്ക് മഞ്ഞളടിക്കാൻ അറിയാലോ? എന്താ ഇത്? ആ ഫാമിലിയെ ജോലി ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ ടോട്ടൽ ഫാമിലി ചേർന്ന് ജോലി ചെയ്യുകയാണല്ലോ. ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞ ഇതാടി, എല്ലാ മെമ്പേഴ്സും ജോലി ഷെയർ ചെയ്ത് ചെയ്യും. ഇത് ഷെയർ ചെയ്യുന്നത് പോലെയല്ല, ഭ്രാന്ത് പിടിച്ചതുപോലെയാ ചെയ്യുന്നേ. കിട്ടാത്ത ജോലി കിട്ടിയതുപോലെ തുള്ളി ചാടിയല്ലേ ജോലികളൊക്കെ ചെയ്യുന്നേ. നിന്റെ പ്ലാൻ റിവേഴ്സ് ആയല്ലേ? അതുകൊണ്ടാ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് എന്നോട് പറയണമെന്ന് പറയുന്നേ. ആര് കേൾക്കാൻ? ശരി, ഇനിയിപ്പോ എന്ത് ചെയ്യണം? എല്ലാവരും ജോലി ചെയ്യുമ്പോ നമ്മൾ മാത്രം നോക്കി നിൽക്കുന്നത് ശരിയാണോ? ആ, അതിന് നമ്മളും ജോലി ചെയ്യണോന്നാണോ? വേറെ വഴിയില്ല. നമ്മുടെ വീട്ടിലെ ജോലി നമ്മൾ ചെയ്യാതെ പിന്നെ? എന്റെ ഡയലോഗ് എന്നോട് തന്നെ പറയാണോ? അല്ല, നിന്റെ പ്ലാൻ നിനക്ക് തന്നെ റിവേഴ്സ് ആയി. ചെന്ന മഞ്ഞൾ പൊടിക്ക്. ഞാൻ പോയി തോരണം കെട്ടി എല്ലായിടും ഡെക്കറേറ്റ് ചെയ്യാം. ആന്റി, ആ മഞ്ഞൾ ഇങ്ങോട്ട് ഇട്ടെ. എന്നെ കൊല്ലൂന്നാ തോന്നേ. നിനക്കിത് ചെയ്യാൻ അറിയില്ലല്ലോടി. എന്നെ അങ്ങോട്ട് മാറി നിൽക്ക്. എന്റെ കയ്യിലോട്ട് എന്തിനാടി ഇടിച്ചത്? സോറി സോറി സോറി, ഇത്തവണ ഞാൻ സൂക്ഷിച്ചു ചെയ്യാം. വിട്ടോ, നീ എന്റെ തലയിൽ ഇടിക്കുന്ന തോന്നേ. എടുത്തി, ഇവളുടെ കയ്യിൽ നിന്ന് ഒലക്ക വാങ്ങിച്ചേ, ഇല്ലെങ്കിൽ ഇവളെന്നെ കൊല്ലും. അല്ല, നിനക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്താ പോരെ? മഞ്ഞൾ ഇടിക്കാനൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല. വേറെ ജോലി എന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യാ? ഇരുന്ന് എന്റെ നാടും എല്ലാം വേദനിക്കുന്നടി. നീ ഇവിടെ ഇരുന്ന് ഈ മഞ്ഞൾ ഇട്ടതാ, ഞാൻ ഇടിച്ചോളാം. ഞാൻ താഴെ വന്നിരിക്കണോന്നോ? എന്താ, നിനക്കിരിക്കാൻ സിംഹാസനം തരണോ?
വാടി ഇങ്ങോട്ടിരി. ഇരിക്കി വാ. ഇട് ഇട്. ഇടടി. അമ്മേ ഇടി ഇങ്ങോട്ട്. അമ്മേ ഇടടി ഇങ്ങോട്ട് വേഗം. മഞ്ഞളിട്. ഇടില്ല